ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെംജീരയുടെ 9ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പീമും പിന്നെ ആ ഒരു മുത്തശ്ശിയും കൂടി ഇന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. പീമിൻ്റെ ബർത്ത്ഡേ എന്തോ ആണ്. ആ മുത്തശ്ശി അവന് കഴിക്കാനായിട്ട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവനോടത് കഴിക്കാനായിട്ടും ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അവനപ്പോൾ എന്ത് കൂടുതൽ പറയാൻ, എപ്പോഴത്തേയും പോലെ തന്നെ നല്ലതായിരിക്കുമല്ലോ, എനിക്ക് കുഞ്ഞിലെ തൊട്ടേ നിങ്ങൾ ഉണ്ടാക്കി തരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവനത് കഴിക്കുന്നുണ്ട്. എന്നാൽ അവൻ പിന്നീട് കഴിച്ചതിന് ശേഷം മിണ്ടാതിരിക്കുന്നുണ്ട്. മുത്തശ്ശിയപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അല്ല, എനിക്ക് എൻ്റെ മുത്തശ്ശനെ പോലെ നല്ലൊരു മാസ്റ്റർ ആവാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകളൊന്നും നേടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പോൾ നീ എന്തിനാണ് നിൻ്റെ മുത്തശ്ശനുമായിട്ട് നിന്നെ സ്വയം കമ്പയർ ചെയ്യുന്നത്? എല്ലാവരും അടിപൊളിയായിട്ടല്ലല്ലോ ജനിക്കുന്നത്, പിന്നെ നിനക്ക് നല്ലൊരു മാസ്റ്റർ ആവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവനെ പോയി ഹഗ് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ നോക്കല്ലേ, എനിക്ക് ചിലപ്പോൾ സങ്കടം വന്നിട്ട് ഞാൻ കരയുന്നു. മുത്തശ്ശി അപ്പോൾ നീ എൻ്റെ മുന്നിൽ കരഞ്ഞോ, എൻ്റെ മുന്നിൽ നീ വീക്കായിക്കോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഒരുമാതിരി തന്നെ ഇരിക്കുന്നുണ്ട്. നിന്റെ ശക്തികളെല്ലാം കുറഞ്ഞു എന്നാണ് തോന്നുന്നത്, നിന്റെ ശക്തി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവനൊരു പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. അത് കേട്ടിരുന്നിട്ട് അവൻ കരയുന്നുണ്ട്. പിന്നീട് പ്രസൻറ്റ് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു സീൻ തന്നെയാണ്. ഉറക്കം എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും കെമ്മ് മുത്തശ്ശീരോടെ ആ ഒരു താമരപ്പൂവിനേക്ക് എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ടേബിളിലിരുന്ന സ്വീറ്റ്സ് അവൻ കഴിക്കുന്നുണ്ട്. കഴിച്ചോടനെ തന്നെ അവൻ വല്ലാത്ത അസ്വസ്ഥത തോന്നുകയാണ്. അവൻ വായിൽ കൂടെയൊക്കെ ചോറ് ശബ്ദിക്കുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ കിടന്നു പോവാണ്. ആ ടൈമിന് ആ രണ്ട് കുട്ടികളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചിങ്ങനെ ടെൻഷനാവുന്ന ടൈമിന് പെട്ടെന്ന് തന്നെ കെമ്മിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അവൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവനെങ്ങനെ ഇട്ടിട്ട് എങ്ങനെ പിള്ളേർ പോകും എന്ന് വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും, പോകാനല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് പിള്ളേരെ നേരെ കെമ്മിൻ്റെ അടുത്തേക്ക് പറഞ്ഞിടാണ്. ഇതേ സമയം ജെറ്റിനെയും ചാണ്ടിനെയും കാണിക്കുവാണെങ്കിൽ രണ്ടുപേരും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ആ ഒരു കാസം എന്ന് പറഞ്ഞ സന്യാസി വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചാണ്ടിന് എന്തോ മോശമായിട്ട് നടക്കാൻ പോവാണ് എന്നൊരു ഫീലിംഗ് വരുന്നതുകൊണ്ട് തന്നെ കെമ്മിനെ കോൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കോൾ എടുക്കാത്തതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കാസം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാസം ആണെങ്കിൽ ജെറ്റിനെയും ചാണ്ടിനെയും കണ്ടുപിടിച്ചിട്ട്, നിങ്ങളാണോ ജെറ്റും ചാണും, എനിക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നതല്ല തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്നൊരു കാറ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് പോകണം, വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് നേരെ ഇവർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേസമയം കെമ്മിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ആ ഒരു ബോട്ടിൽ നിന്ന് വെള്ളത്തിൻ്റെ അടിയിലേക്ക് വീണ് പോയിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന അവനെ എപ്പോഴും സംരക്ഷിക്കുന്ന ഒരു ചരട് അതും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതേസമയം നമ്മളെ നേരെ 1767 നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലാണ് റാംബുങ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കഥയാണ് നമ്മളിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. വെള്ളത്തിൽ വീണതോടെ കെമ്മും ഈ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് കെം ആ ഒരു സ്ഥലത്തുണ്ട്. കെമ്മും ഈ നടന്ന ഫ്ലാഷ് ബാക്കുകൾ കാണുവാണ്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ കെമ്മിൻ്റെ ആ ഒരു ജന്മമാണ്. കെമ്മ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയായിട്ടായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു കുഞ്ഞു കുട്ടിയുമായിരുന്നു. ഈ ജന്മത്തിലെ കെമ്മിൻ്റെ അമ്മ തന്നെയാണ് ആ ഒരു ജന്മത്തിലും കെമ്മിൻ്റെ അമ്മയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിന് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അവിടെയുള്ള രാജാവിൻ്റെ ഭാര്യനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമ്മിനോട് റെഡിയാവാനായിട്ട് അമ്മ പറയുന്നുണ്ട്. എന്നാൽ കെമ്മ് ഇല്ല, പറ്റത്തില്ല, ഈ ഒരു തലയിൽ വയ്ക്കുന്ന സംഭവങ്ങളെല്ലാം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്, ഞാൻ വയ്ക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അമ്മ, പക്ഷെ നമുക്ക് ഇതൊക്കെ വച്ചിട്ടേ പോയി കാണാൻ പറ്റുള്ളൂ, നീ വയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ വച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കെമ്മ് ഇതെല്ലാം തന്നെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുട്ടീനെ ഒരുക്കിയിട്ട് നമ്മുടെ കെമ്മിൻ്റെ അമ്മയാണെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ ആ ഒരു അധികാരി അല്ലെങ്കിൽ രാജാവും രാജാവിൻ്റെ ഭാര്യ ഇരിക്കുന്നുണ്ട്. നമുക്ക് രാജാവിൻ്റെ ഭാര്യയെ മാഡം എന്ന് വിളിക്കാം, കാരണം അവിടെയുള്ള ആൾക്കാരെല്ലാവരും മാഡം എന്നാണ് വിളിക്കുന്നത്. അവിടെ ഒരു സന്യാസിനെ പോലെ ആരോ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാഡം ഇവ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ പോവുകയാണ്, പക്ഷേ 2 ആൺകുട്ടികളാണ് ഉണ്ടാകാൻ പോകുന്നത്. രാജാവ് അത് കേട്ടിട്ട്, ഇവർക്ക് ട്വിൻസ് ആണോ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അയാൾ എന്തോ പറയാനായി വരുന്നുണ്ട്. എന്നാൽ അതിന് മുന്നേ പുറത്തുനിന്ന് മറ്റൊരാൾ ഓടി വന്നിട്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട്, റാംബുങ് ഗർഭിണിയാണെന്ന് പറയുന്നുണ്ട്. സമയം ആ സന്യാസി പോലത്തെ ആൾ പറയുന്നുണ്ട്, ഞാൻ അതാണ് പറയാൻ വന്നത്, റാംബുങ്ങിനും ഒരു ആൺകുട്ടിയാണ്, ഇവർക്കും ഒരു ആൺകുട്ടിയാണ്, നിങ്ങൾക്ക് 2 ആൺകുട്ടികളെ കിട്ടാനായിട്ട് പോവുകയാണെന്ന്. അതായത് റാംബുങ്ങിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് ഈ ഒരു രാജാവിൻ്റെ കുഞ്ഞാണ്. രാജാവ് ആദ്യം കല്യാണം കഴിച്ചത് ഈ ഒരു മാഡത്തിനെയാണ്. പിന്നീട് രാജാവിന് ഉണ്ടായിരുന്ന ഒരു ഭാര്യയാണ് നമ്മുടെ ഈ കെമ്മിൻ്റെ അമ്മ. അപ്പോൾ ഈ കെമ്മെന്ന് പറയുന്നതും രാജാവിന് ഉണ്ടായ ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ റാംബുങ്ങിലും രാജാവിന് കുട്ടി ഉണ്ടാകാൻ പോവുകയാണ്. എന്നാൽ മാഡത്തിന് അത് തീരെ താല്പര്യമില്ല, തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അവരത് ഭയങ്കരമായിട്ട് പുറത്ത് കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് രാജാവിൻ്റെ മുന്നിൽ അവർ തൊട്ടും പുറത്ത് കാണിക്കുന്നില്ല. റാംബുങ് അവിടുത്തെ ഒരു വേലക്കാരി മാത്രമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. അതുമാത്രമല്ല, ഇത് മാഡത്തിൻ്റെ 3ാമത്തെ പ്രഗ്നൻസിയാണ്. കഴിഞ്ഞ 2ഉം കുട്ടീനെ കിട്ടാതെ ഇങ്ങനെ പോയതാണ്. എന്തായാലും പിന്നീട് കാണിക്കുന്നത് ഈ ഒരു കാര്യം പറഞ്ഞതോടെ തന്നെ രാജാവിന് റാംബുങ്ങിനെ കാണണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ രാജാവ് മറ്റൊരിടത്തേക്ക് പോകാനേ നിൽക്കുകയാണ്. അവിടെ റാംബുങ്ങിനെ കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ റാംബുങ് എത്തുന്നുണ്ട്. റാംബുങ്ങിനോട് ഭയങ്കര സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഈ ഒരു മാഡത്തിന് ഇഷ്ടപ്പെടുന്നില്ല. റാംബുങ് രാജാവിന് വേണ്ടിയിട്ട് പൂ കൊണ്ടുണ്ടാക്കിയ ചെറിയൊരു മാല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുന്നുണ്ട്. രാജാവ് അങ്ങനെ അതും വാങ്ങിച്ച് ഒരു ബോട്ടിൽ കയറിയിട്ട് അയാൾ എന്തോ വർക്കിൻ്റെ ആവശ്യത്തിന് പോകുന്നുണ്ട്. ആ സമയം മാഡം റാംബുങ്ങിനെ നോക്കിയിട്ട് മുമ്പ് നടന്നൊരു കാര്യം ആലോചിക്കുകയാണ്. മാഡം ഇതിനു മുന്നേ ഗർഭിണിയായിരിക്കുന്ന ടൈമിന്
രാജാവ് അവരുടെ അടുത്ത് വന്ന് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ എഴുന്നേറ്റ് പോകാൻ നിൽക്കുന്ന ടൈമിൽ ഇന്ന് എന്നോട് നിന്നൂടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ രാജാവ് ഇല്ല തനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോവാണ്. എന്നാൽ ഈ മാഡം വിചാരിക്കുന്നത് ഇയാൾ റാംബുങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നതാണെന്നാണ് തന്നോടിരിക്കാതെ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് റാംബുങ്ങിനോട് ആ ഒരു പേരിലും ഈ ഒരു മാഡത്തിന് ഭയങ്കര ദേഷ്യമുണ്ട്. വീണ്ടും നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ കാസിമും പിന്നെ നമ്മുടെ ജെറ്റും ഷാണും കൂടെ ആയിട്ട് നേരെ പീമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പീം ചോര ഛർദ്ദിച്ച് ബോധമില്ലാതെ കിടക്കുന്നതാണ് ഇവർ കാണുന്നത്. അങ്ങനെ ഈ കാസിം വന്നിട്ട് എന്തൊക്കെയോ മന്ത്രം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പീമിന് തിരിച്ച് ബോധം വരുന്നുണ്ട്. പീം ഇവരോടൊന്നും പറയാൻ നിൽക്കുന്നില്ല. കെമ്മ് എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്കാണ് പീം ഇറങ്ങി ഓടിപ്പോകുന്നത്. അതേസമയം തന്നെ കെമ്മിനെ കാണിക്കുകയാണെങ്കിൽ ആ രണ്ട് കുട്ടികളും കെമ്മുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരും വെള്ളത്തിലേക്ക് ഇറങ്ങി കെമ്മിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ ഒരു കാലത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് റാംബുങ്ങിൻ്റെ അടുത്തേക്ക് കെമ്മും കെമ്മിൻ്റെ അമ്മയും വന്നിരിക്കുന്നതാണ്. റാംബുങ്ങിനോട് അമ്മ സംസാരിക്കുന്നുണ്ട്. കെമ്മ അപ്പോൾ കളിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം റാംബുങ് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഈ കുഞ്ഞിനെ രാജാവാക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞാനാണെങ്കിൽ മാഡത്തിനോട് പറഞ്ഞ പോലെ തന്നെ എൻ്റെ കുഞ്ഞ് സെർവൻ്റായിട്ട് തന്നെ നിൽക്കും. മാഡത്തിൻ്റെ കുഞ്ഞിനെ രാജാവായിക്കോട്ടെ, അക്കാര്യത്തിലൊന്നും എനിക്കൊരു വാശിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എമ്മിൻ്റെ അമ്മ പറയുന്നുണ്ട് നിൻ്റെ കുഞ്ഞ് ഇവിടെ വളരുന്നത് മാഡത്തിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്കും നന്നായിട്ടറിയാം, എനിക്കും നന്നായിട്ടറിയാം. നിനക്കാണെങ്കിൽ 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നിനക്ക് ജീവിതത്തിൽ എന്താ വേണ്ടത് നീ തന്നെ തീരുമാനിക്കും. ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണോ വേണ്ടേ ആ തീരുമാനമെല്ലാം നിനക്ക് തന്നെ എടുക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു മാഡത്തിൻ്റെ കുഞ്ഞ് ജനിക്കാനുള്ള സമയമാവുന്നതാണ്. എന്നാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മരിച്ചു പോകുന്നുണ്ട്. മാഡത്തിൻ്റെ കുഞ്ഞ് വരുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ റാംബുങ്ങും പിന്നെ കെമ്മിൻ്റെ അമ്മയും റൂമിൻ്റെ പുറത്തുനിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞ് മരിച്ചു പോയി എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നതെല്ലാം റൂമിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ റാംബുങ്ങിനും പേടിയാവുന്നുണ്ട്, കെമ്മിൻ്റെ അമ്മയ്ക്കും പേടിയാവുന്നുണ്ട്. റാംബുങ്ങിനെ കെമ്മിൻ്റെ അമ്മ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് റാംബുങ്ങിൻ്റെ കുഞ്ഞ് ജനിക്കുന്നുണ്ട്. കുഞ്ഞിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ആരോഗ്യത്തോടെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ റാംബുങ് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് തൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന രീതിയിൽ വരുത്തി തീക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ മറ്റൊരിടത്തേക്ക് പറഞ്ഞയക്കാനിരിക്കുകയാണ്. കുഞ്ഞ് എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ അവളെ സഹായിക്കാനായിട്ട് കെമ്മിൻ്റെ അമ്മയും തയ്യാറാവുന്നുണ്ട്. തീരുമാനിച്ചനുസരിച്ച് റാംബുങ് മറ്റൊരാളുടെ കൂടെ തന്നെ രാത്രി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒരിടത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് അങ്ങോട്ടേക്ക് ഒരു മാഡത്തിൻ്റെ കൂടെയുള്ള കുറേ സെർവൻസും വരുന്നുണ്ട്. അത് റാംബുങ്ങാണെന്നും റാംബുങ്ങിൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു കുഞ്ഞിനെ തട്ടിയെടുക്കാനായിട്ട് സെർവൻസിനോട് പറയുന്നുണ്ട്. റാംബുങ് ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെ തൊട്ടാൽ ഞാൻ എല്ലാവരും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കത്തി എടുക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും മാഡം ആണെങ്കിൽ ഞാനാണ് ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വീണ്ടും സെർവൻസിനെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ റാംബുങ്ങിനെ പിടിച്ചു വെച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ ആ ഒരു മാഡം എടുക്കുന്നുണ്ട്. റാംബുങ് അപ്പോൾ എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത് തിരിച്ചു തരാനൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു വിളിക്കുന്നുണ്ട്. ഇതേ സമയം റാംബുങ് വരാനായിട്ട് മറ്റൊരിടത്ത് നമ്മുടെ കെമ്മിൻ്റെ അമ്മയും മറ്റു സ്ത്രീയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവരുടെ അടുത്തേക്ക് വേറൊരാൾ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. കെമ്മിൻ്റെ അമ്മ ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടിട്ട് അവരെ ഫോളോ ചെയ്തിട്ട് കെമ്മും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കെമ്മിനെ ഇപ്പം കാണാനില്ലാന്ന്. ഇതേ സമയം കെമ്മിനെ കാണിക്കുകയാണെങ്കിൽ ആ ഒരു മാഡം റാംബുങ്ങിൻ്റെ കുഞ്ഞിനെ റാംബുങ്ങിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തട്ടിയെടുത്തിട്ട് കുഞ്ഞിനെയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഈ ഒരു കെമ്മ് എത്തിയിട്ട് എല്ലാം നടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഈ കെമ്മെന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കെമ്മല്ല, ആ ജന്മത്തിൽ പെൺകുട്ടിയായിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു കെമ്മിനെയാണ്. കെമ്മങ്ങനെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ആ ഒരു മാഡം റാംബുങ്ങിൻ്റെ കുഞ്ഞിനെ കൊല്ലും എന്ന രീതിയിൽ റാംബുങ്ങിനോട് പറയുന്നതാണ്. എന്നാൽ റാംബുങ് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്, വെറുതെ വിടണമെന്ന്. എന്നാൽ ഒരു മാഡം ഒന്നും കേൾക്കുന്നില്ല. റാംബുങ്ങിൻ്റെ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് എറിഞ്ഞ് കളയാണ്. റാംബുങ്ങിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും പിടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ അവളെ കുഞ്ഞിനെ രക്ഷിക്കാൻ പോലും പറ്റുന്നില്ല. അവളവിടെ കിടന്ന് കരയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് നമ്മുടെ കെമ്മാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട്. ആ ടൈമിന് കറക്റ്റ് കെമ്മിൻ്റെ അമ്മ വന്നിട്ട് അവളെ വാ പൊത്തിക്കൊണ്ട് പോവാണ്. എന്നാൽ ഇവരിത് കണ്ടെന്നുള്ള കാര്യം നമ്മുടെ മാഡത്തിന് മനസ്സിലാവുന്നുണ്ട്, റാംബുങ്ങിനും മനസ്സിലാവുന്നുണ്ട്. മാഡത്തിൻ്റെ കൂടെ നിന്ന് രണ്ട് സെർവൻസിനോട് പറയുന്നുണ്ട് റാംബുങ്ങിനെ കൊണ്ട് പൂട്ടിയിടാനും. ഇത് കണ്ട എല്ലാ സെർവൻസും സത്യം തുറന്നു പറയാതിരിക്കാൻ നോക്കണമെന്നും. പിന്നീട് കാണുന്നത് രാജാവ് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ്. ആ സമയം പൂട്ടിയിട്ട റാംബുങ്ങിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ആ നേരം മാഡം രാജാവിനോട് പറഞ്ഞു വെച്ചിരുന്നത് എൻ്റെ കുഞ്ഞ് ആരോഗ്യത്തോടെയാണ് ജനിച്ചത്. എന്നാൽ റാംബുങ്ങിൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോഴേ മരിച്ചുപോയി. ആ ദേഷ്യത്തിൽ റാംബുങ് തൻ്റെ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് ഇറങ്ങി കൊന്നുവെന്ന്, അതായത് നടന്ന സംഭവത്തിനെ നേരെ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാജാവ് അത് വിശ്വസിച്ചിട്ട് റാംബുങ്ങിനെ കൊണ്ടുവരുന്നതും നീ അങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റാംബുങ്ങിന് ഈ ഒരു മാഡം കള്ളം പറഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് റാംബുങ് സത്യം തുറന്ന് പറയുന്നുണ്ട്. രാജാവ് റാംബുങ്ങിനെ വിശ്വസിക്കുന്നത് മാഡം ആണെങ്കിൽ അയ്യോ അവളെ വിശ്വസിക്കരുത് എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട്. എമ്മും കെമ്മിൻ്റെ അമ്മയും ഈ കാര്യങ്ങളെല്ലാം കണ്ടതുകൊണ്ട് തന്നെ റാംബുങ് നിങ്ങളെങ്കിലും ഒന്ന് സത്യം പറയാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവർക്ക് പേടിയാണ്. കാരണം ഇവരെങ്ങാനും സത്യം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ഇവരെ വെറുതെ വിടത്തില്ല. അതേസമയം നമ്മുടെ കെമ്മ് പോലും സത്യം പറയുന്നില്ല. കാരണം ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം കെമ്മിൻ്റെ അമ്മയാണെങ്കിൽ കെമ്മിനോട് മുറിയിൽ വെച്ച് പറയുന്നുണ്ട് നീ എന്തൊക്കെ വന്നാലും സത്യം തുറന്ന് പറയരുതെന്ന്. ഇവരുടെ കൂടെ തന്നെ രണ്ട് സെർവൻസും ഇരിക്കുന്നുണ്ട്. നീ എങ്ങാനും സത്യം തുറന്ന് പറഞ്ഞാൽ നമ്മളൊരു പക്ഷേ രക്ഷപ്പെടും. എന്നാൽ ഇവരെ രണ്ടുപേരും മാഡം കൊന്നു കളയുന്നൊക്കെ പറയുന്നുണ്ട്.
അങ്ങനെ ഇപ്പോൾ റാംബുങ് ചോദിക്കുമ്പോൾ ആരും തന്നെ സത്യം പറയാതിരിക്കുന്നുണ്ട്. റാംബുങ് കെമ്മിൻ്റെ അടുത്ത് പോയിട്ട് മോളെ ഒന്ന് പറ പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ച് ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കെമ്മിനും ഒന്നും പറയാൻ പറ്റാതിരിക്കുകയാണ്. രാജാവ് അപ്പോൾ കെമ്മിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് കാര്യം ചോദിക്കുന്നുണ്ട്. കെമ്മിൻ്റെ അമ്മ അപ്പോൾ നീ പറയരുത് എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ കെമ്മും റാംബുങ്ങാണ് കുഞ്ഞിനെ കൊന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. റാംബുങ് അങ്ങനെ തന്നെ ആരും വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ ശപിക്കുന്നു, നിങ്ങൾ ഓരോരുത്തരും മരിക്കും, എൻ്റെ സിറ്റുവേഷൻ നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവളെ കൊണ്ടുപോയി കൊല്ലാനായിട്ട് രാജാവ് ഉത്തരവിടുന്നുണ്ട്. അങ്ങനെ 2 സെർവൻസ് വന്ന് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് റാംബുങ്ങിൻ്റെ കുഞ്ഞിനെ എവിടെയുള്ള വെള്ളത്തിലാണോ കൊണ്ട് ഇറങ്ങി കൊന്നത് അതേ സ്ഥലത്ത് തന്നെ അവളെ കൊണ്ടുപോയിട്ട് ഇടാണ്. എന്നിട്ട് അവളുടെ ദേഹം മൊത്തം അടിച്ചടിച്ച് അവളെ കൊല്ലാനേ നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ റിയാക്ട് പോലും ചെയ്യുന്നില്ല. പകരം അവളാണെങ്കിൽ ഓരോന്നിനും സംസാരിച്ചുകൊണ്ട് ശപിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ശാപം ഇനി ഓരോ നൂറ്റാണ്ടിലും നിങ്ങൾ ഫോളോ ചെയ്ത് വരട്ടെ, നിങ്ങൾ ഓരോ ജന്മത്തിലും വീണ്ടും പുനർജനിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഒരു ജന്മത്തിൽ നിങ്ങൾ പെണ്ണായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആൺകുഞ്ഞ് മരിച്ചു പോകട്ടെ, ഇനി ആൺകുഞ്ഞായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ 21 വയസ്സാകുന്നതിന് മുന്നേ നിങ്ങൾ മരിച്ചു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവളെല്ലാം ഇങ്ങനെ ശപിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ശരിക്കുള്ള ഇപ്പോഴത്തെ കെമ്മ് അവിടെ നിന്ന് കാണുന്നുണ്ട്. നമ്മൾ റാംബുങ്ങിൻ്റെ ആത്മാവും അതേ സ്ഥലത്തുണ്ടായിരുന്നു. കെമ്മിനെ പിടിച്ചു നിർത്തിയിട്ട് കണ്ടോ ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത് നീ കാണുന്നൊക്കെ പറഞ്ഞിട്ട് കെമ്മിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം പ്രസൻറ്റ് സിറ്റുവേഷനിൽ കുട്ടികളാണെങ്കിൽ കെമ്മിൻ്റെ അടുത്തേക്ക് വെള്ളത്തിൻ്റെ അടിയിൽ ചെന്നിട്ട് കെമ്മിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കെമ്മാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബോധത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു പാസ്റ്റിൽ നടന്ന സംഭവത്തിൽ നിന്ന് അവൻ ഇനി തിരിച്ചെത്തുന്നുണ്ട്. റാംബുങ്ങിൻ്റെ ആത്മാവും അവിടെ ഉണ്ടായിരുന്നു. റാംബുങ് കെമ്മിനൊന്നും ചെയ്യാതിരിക്കാനായിട്ട് കുട്ടികളിൽ ഒരാൾ റാംബുങ്ങിന് നേരെ ഒരു മന്ത്രം പ്രയോഗിക്കുകയാണ്. എന്നിട്ട് കെമ്മിനെ ഉടനെ തന്നെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവിടുന്നുണ്ട്. കെമ്മ് പുറത്തേക്ക് വരുന്ന അതേ സമയത്ത് തന്നെയാണ് പീമും ജെറ്റും ചാണും അങ്ങോട്ടേക്ക് വരുന്നത്. പീമ കെമ്മിൻ്റെ അടുത്ത് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെയാണ്, പക്ഷേ മുത്തശ്ശി ഇപ്പോഴും വെള്ളത്തിൻ്റെ അടിയിലാണ്, മുത്തശ്ശിയുടെ ശരീരത്തിൽ റാംബുങ് കയറിയതാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടോണ്ടേ തന്നെ പീമ വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. കെമ്മ അപ്പോൾ പീം പോവല്ലേന്നും പറഞ്ഞിട്ട് അവൻ്റെ പുറകെ ചാടാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ജെറ്റും ചാണും കെമ്മിനെ പിടിച്ച് വെച്ചിട്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ്. ഇതേ ടൈമിന് ആ ഒരു കുട്ടികളിൽ ഒരാളെ റാംബുങ് കൊല്ലാനായി നോക്കുമായിരുന്നു. ആക്കിനെ ആയിരുന്നു കൊല്ലാനായി ശ്രമിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആക്കാണെങ്കിൽ എന്തോ മാങ്ങി പോകുന്നുണ്ട്, എന്താണ് പറ്റിയെന്നറിയത്തില്ല. അതേസമയം പീം അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തോ മന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അതിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ റാംബുങ്ങും അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. അതിന് ശേഷം മുത്തശ്ശിയുടെ ബോഡി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന്. നമ്മുടെ കെമ്മും പിന്നെ പീമും കൂടെ ആയിട്ട് മുത്തശ്ശീനെ എഴുന്നേൽപ്പിക്കാനായി നോക്കുന്നുണ്ട്. ചാണിൻ്റെ അടുത്തും ജെറ്റിൻ്റെ അടുത്തും പോയി ചായനെയൊക്കെ കോൾ ചെയ്യാൻ പറയുന്നതുകൊണ്ട് തന്നെ അവർ ആംബുലൻസിനെയും ചായനെയൊക്കെ കോൾ ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ്. പീമാണെങ്കിൽ മുത്തശ്ശിയുടെ പൾസൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും മുത്തശ്ശി മരിച്ചു പോയി എന്ന് മനസ്സിലാവുന്നുണ്ട്. കെമ്മിനോട് ഇനി ശ്രമിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ കെമ്മ് ഇല്ല പറ്റത്തില്ല, മുത്തശ്ശിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ മുത്തശ്ശീനെ എഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. ആ സമയം ഭീമ കെമ്മിനെ പിടിച്ചു വെച്ചിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ സമയം കെമ്മ് ഭയങ്കര കരച്ചിലാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ വീട്ടിൽ ആ ഒരു മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതാണ്. ആ ഒരു ക്യാസമും അവിടെ തന്നെ ഉണ്ടായിരുന്നു. കെമ്മ് പക്ഷേ ആ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, പുറത്ത് തന്നെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് ചായയാണെങ്കിൽ കെമ്മിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതിൽ നിൻ്റെ തെറ്റൊന്നുമില്ല, ആരും നിന്നെ കുറ്റം പറയുന്നില്ല, നീ അകത്തേക്ക് വരാനായി പറയുന്നുണ്ട്. എന്നാൽ കെമ്മ് തന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അന്ന് വൈകുന്നേരം ക്യാസമ്മ് കെമ്മിനോട് സംസാരിക്കുവാണ്. ആ സമയം മുത്തശ്ശി എഴുതി വെച്ചിരുന്ന ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയെ മരിച്ചിട്ടുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ ഹാർട്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ കെമ്മിൻ്റെ മുന്നിൽ മുത്തശ്ശിയായിട്ട് വന്ന് നിൽക്കാൻ കാരണം റാംബുങ്ങിൻ്റെ ആത്മാവ് മുത്തശ്ശിയുടെ ദേഹത്തുണ്ടായിരുന്നതുകൊണ്ടാണ്. നാസർമ് കെമ്മിനോട് പറയുന്നുണ്ട് നീയാണെങ്കിൽ കുറ്റബോധപ്പെടേണ്ട ഒരു ആവശ്യമില്ല, നീ കാരണമല്ല മുത്തശ്ശി മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ആ സത്യം ഇപ്പം അറിയാം, അതുകൊണ്ട് നീ അതോർത്ത് ഒരിക്കലും പേടിക്കരുതെന്നും പറയുന്നുണ്ട്. എന്നിട്ട് കാസമിനോട് നിങ്ങളിനി എവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വല്ലതും തന്നെ താൽക്കാലികമായിട്ട് താമസിക്കാമെന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ അവിടെ തന്നെ ആ ഒരു മുത്തശ്ശിയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിയുമ്പോൾ തന്നെ നമുക്ക് റാംബുങ്ങിനെ ഒതുക്കാനുള്ള കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കെമ്മ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ജെറ്റും ചാണും എല്ലാം കരയുന്നതാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് നേരത്തെ ഒരു വെള്ളത്തിനടിയിൽ വെച്ച് റാംബുങ് ആ ഒരു കുട്ടീനെ കൊല്ലാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്കും ശരിക്കും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ കുട്ടിയും എനിക്കും ഇപ്പോൾ പോകണം, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു കുട്ടിയുടെ തീരുമാനത്തെ എതിർക്കുന്നുമില്ല. എന്നാൽ ജെറ്റാണെങ്കിൽ പോവല്ലേ പ്ലീസ് ഇവിടെ തന്നെ നിന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. കെമ്മിന് ഇപ്പോൾ ആ ഒരു കുട്ടീനെ കാണാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഹഗ് ചെയ്തിട്ട് പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ മറ്റേ ആളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. അങ്ങനെ പീം ഒരു മന്ത്രം പ്രയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടി മാങ്ങി പോകുന്നുണ്ട്, അതായത് മരിച്ചങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് ആ കാര്യം ഓർത്തിട്ട് ജെറ്റും കെമ്മും കൂടെ ഇട്ടിരുന്ന് കരയുന്നുണ്ട്. പിറ്റേ ദിവസം മുത്തശ്ശിയുടെ ആ ഒരു മരണാനന്തര ചടങ്ങുകളുടെ ബാക്കി കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. എല്ലാം കഴിയുമ്പോഴത്തേക്കും ജെറ്റ് അടുത്ത് പോയി വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ആ സമയം ചാണ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ജെറ്റ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ വീട്ടുകാർ കാണാതെ പുറത്തേക്ക് കളിക്കാനൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും എന്നെ അവരുടെ അടുത്ത് നിന്ന് രക്ഷിച്ചുകൊണ്ടിരുന്നത് മുത്തശ്ശിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ആയതും ആ തോണും ഏക്കെന്ന് പറഞ്ഞ പിള്ളേരാണ്. ഇപ്പം എല്ലാവരും പോയി എന്ന് പറഞ്ഞിട്ട് അവൻ വിഷമിക്കുന്നുണ്ട്. ആ ടൈമിന് ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്.
ജെറ്റ് ആ സമയം കെമ്മിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓക്കെ ആയിക്കോട്ടെ, എന്നിട്ട് നമ്മുടെ കാര്യത്തെക്കുറിച്ച് നമുക്കിനി സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ചാനും ഓക്കെ, അതുവരെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം, നിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതേ സ്ഥലത്ത് വെച്ച് തന്നെ കെമ്മാണെങ്കിൽ ചായയുടെ അടുത്ത് ചെന്നിട്ട് തനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അന്ന് നൈറ്റ് ആരും കാണാതെ കെമ്മ് തന്നെ ബാഗ് പാക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. എന്നാൽ പീമത് കാണുന്നുണ്ട്. കെമ്മിനോട് എന്നെ വിട്ട് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കെമ്മ് താൻ കാരണമാണ് ഇത്രയും പേര് മരിച്ചു പോയത്, ഇനി അങ്ങനെ സംഭവിക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുമ്പോഴത്തേക്കും മുത്തശ്ശിയാണെങ്കിൽ മുത്തശ്ശിക്ക് മരിക്കാനുള്ള ടൈം ആയതുകൊണ്ടാണ് പോയത്. പിന്നെ കുട്ടികളുടെ കാര്യം, അവരെപ്പോഴേ മരിച്ചിട്ട് വീണ്ടും പുനർജനിക്കേണ്ടതാണ്, ഞാനാണ് അവരെ പിടിച്ചു നിർത്തിയിരുന്നത്, അതുകൊണ്ട് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പീം പറയുന്നുണ്ട്. എന്നാൽ കെമ്മിന് തൻ്റെ കുടിന് പറ്റത്തില്ല ആരെ ഫേസ് ചെയ്യാനായിട്ട്, താൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് പോവാനേ നിൽക്കുന്നുണ്ട്. സമയം പീം തന്നെ വിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കെമ്മിനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ പീം അപ്പോൾ വയ്യാതെ അങ്ങ് കുഴങ്ങി വീഴുന്നുണ്ട്. അങ്ങനെ കെമ്മ് പീമിനെ റൂമിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട്. ആ സമയം പീമാണെങ്കിൽ തന്നെ വിട്ട് പോകരുത്, കൂടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് പീം ഉറങ്ങുമ്പോഴത്തേക്കും പീമിന് കവിളിൽ ഒരു കിസ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ പീം എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കും കെമ്മിനെ അവിടെ കാണുന്നില്ല. എന്നാൽ അവിടെ ഒരു ലെറ്റർ ഇരിക്കുന്ന കാണുന്നുണ്ട്. അതെടുത്ത് വായിക്കുമ്പോഴത്തേക്കും കെമ്മ അതിൻ്റെ അകത്ത് ഇത്രയും ദിവസം നിങ്ങളുടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ വളരെ നന്നായിരുന്നു, എനിക്കാണെങ്കിൽ ഒരാളെ സ്നേഹിക്കാൻ പറ്റി, ഞാൻ ജീവിതത്തിൽ ഒരാളെ സ്നേഹിക്കുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല, എന്നാൽ ഞാൻ കാരണം ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഞാനായിട്ട് തന്നെ സോൾവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, നിങ്ങളെപ്പോഴും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ കെമ്മ പോയി എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവൻ്റെ പുറകെ പോകാനായിട്ട് ജെറ്റും ചാനും അവരുടെ ബാഗും പാക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. കെമ്മിനെ കാണിക്കുകയാണെങ്കിൽ അവൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഒരു ലെറ്റർ വായിച്ചു കഴിയുമ്പോഴത്തേക്കും പീമും കരയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.